നമ്മൾ ചിന്തിക്കുന്നത് യഹോവയുടെ കണ്ണ് കർത്താവിൽ തന്നെ ഏകാഗ്രത ചിത്തയോടിരിക്കുന്നവരെ ഒരുവനായ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, ഭൂമിയിലെല്ലായിടവും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ പറയാനിടയായത് ദേശത്തിലെ വിശ്വസ്തന്മാരോടുകൂടെ ദൈവം വസിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൃഷ്ടി എന്ത് ചെയ്യും? അവരുടെ മേലിരിക്കുന്നു. ഇന്നും ദൈവാത്മാ പറയുന്നു, യഹോവയുടെ ദൃഷ്ടി ഇവിടെ ഉണ്ട്. അത് ആ കർത്താവിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവം അല്ലെങ്കിൽ മനോഭാവം എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനോഭാവത്തെ കാണുന്ന ദൈവമുണ്ട്. ദൈവം പുറം കാണാൻ വന്നിട്ടില്ല. നമ്മുടേതായിരിക്കുന്ന പൊസിഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാനല്ല നമ്മുടെ കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുന്നവരുടെ മനസ്സിനെയും ഹൃദയത്തെയും കാണാനാണ്. തകർന്ന ഹൃദയമുണ്ട്, മുറിഞ്ഞ ഹൃദയമുണ്ട്, ഭാരമുള്ള ഹൃദയമുണ്ട്, തകർന്ന മനസ്സുണ്ട്. ഇതിനെയെല്ലാം മുറിവ് കെട്ടി ആസ്വദിപ്പിച്ച് ഭാരത്തെ ഉരുട്ടുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. വിവിധ നിലകളിൽ നിങ്ങളുടെ ഹൃദയത്തെ എന്തു ചെയ്യും? ക്രിസ്തുവിൽ നിന്ന് ആ ഏകാഗ്രത മാറ്റും. അപ്പം നിങ്ങൾ എന്തു ചെയ്യും? ക്ഷീണിച്ചു പോകും, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഭാവം ഇരിപ്പുണ്ട്. മനോഭാവം എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളുണ്ട്. എന്നാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, മുറിഞ്ഞ കാര്യങ്ങളുണ്ട്, ഭാരപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വിവിധമായ നിലയിലുള്ള അവസ്ഥയിലാണ് നമ്മുടെ ഹൃദയമായിരിക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇതിൻ്റെ നടുവിൽ ഏകാഗ്രത ക്രിസ്തുവിലാണെങ്കിൽ അതിന് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ദൈവമേ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ ഇന്നൊരാളുടെ കണ്ണിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു എന്ന ഇന്ന് ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബലം ക്ഷയിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വലിയവനായ ദൈവം നമ്മുടെ മനോഭാവത്തെ കണ്ട് ഏകാഗ്രതയോടെ ഇരുന്നാൽ അവൻ്റെ ബലം ഇന്ന് പകൽ നമ്മുടെ മേൽ വരും. ഞാനിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിക്കുക മാത്രമല്ല, അത് ഗ്രഹിക്കാനും അത് അനുസരിക്കാനും കഴിയുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇടയാകും. നമ്മുടെ അനുഗ്രഹം ഭൗതികമല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അനുഗ്രഹം സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹമാണ്. ആ ആത്മീയ കൃപ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ബാക്കി ഭൂമിയിലുള്ള സകല നന്മയും നമ്മുടെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. അതിന് വരുത്താൻ പോകണ്ട, പുറകെ വരും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന കർത്താവ് ഇന്നിവിടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ഏകാഗ്രതയോടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി ചെയ്താലും ഏകാഗ്രത ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതിന് വീട്ടിൽ പോയി നിങ്ങൾ വായിക്കാനൊരു ഹോംവർക്ക് തരാം. ആ 2 വൃത്താന്ത പുസ്തകം 25-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ മതി. അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹോദാൻ എന്ന പേർ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യം, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്തു, നന്നായി ചെയ്തു, പ്രസാദം പെരുമാറി ചെയ്തു എങ്കിലും എൻ്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നെന്ന് ദൈവം നോക്കും. മനോഭാവം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നാം ആ ഭാഗം വായിക്കുമ്പോൾ
ഏകാഗ്രതയില്ലായിരുന്ന രാജാവ് ദൈവത്തിൻ്റെ ആലോചന നിരസിച്ച് താൻ പോയ സ്ഥാനത്ത് തോൽവി സംഭവിച്ചു. ഇത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലും, സൽപ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും, പ്രസാദമായത് ചെയ്തെന്ന് പറഞ്ഞാലും, ദൈവിക ഏകാഗ്രതയില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവാലോചന അവർ അംഗീകരിക്കത്തില്ല. ആ ആലോചന കേൾക്കാതെ പോകുന്നവർ ദൈവത്തിൽ നിന്ന് ജയമില്ല, അതിൽ നിന്ന് തോൽവിയാണ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ആ പ്രവർത്തിക്കുന്നവനെ മനോഭാവം ദൈവം നോക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവികമായിരിക്കുന്ന ദൈവത്തോടുള്ള ഏകാഗ്രത ഉണ്ടെങ്കിൽ, ക്രിസ്തുവിൽ മാത്രം നമ്മുടെ മനസ്സിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെടുന്നവരാ. അത് സങ്കീർത്തനം 86 ആ 10, 11 വാക്യം വായിച്ച് ഏതായാലും നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നാം എത്ര ദൈവത്തിന് പ്രസാദമായി ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മനോഭാവം ദൈവത്തിൽ ഏകാഗ്രമില്ലെങ്കിൽ ദൈവത്തോട് ഭയമില്ല. ദൈവഭയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യഹോവ ഭക്തിയാണ്, യഹോവയുടെ ഭയം. ദൈവസന്നിധി ഭയമുള്ളവർ ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയം ദൈവമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിനകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരത്തിൽ വന്നാൽ പോലും നമ്മൾ ഭയപ്പെടും. ദൈവമേ, ഞാൻ പറഞ്ഞ് തെറ്റായി പോയി എന്ന് പറഞ്ഞ് പലപ്പോഴും എന്തു ചെയ്യും? നാം ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ പാപബോധത്തോടെ കടന്നു വരും. ഇന്ന് പകൽ ഈ ആലോചന കേൾക്കുന്ന ദൈവമക്കൾ, നമ്മുടെ മനോഭാവം ക്രിസ്തുവിലാണോ എങ്കിൽ ദൈവത്തെ നീ ഭയപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നിനക്ക് വഴി കാണിച്ചു തരും. അവൻ അത്ഭുതത്തിന്റെ ദൈവമാ. അവന്റെ വഴിയിൽ കൂടെ ദൈവം നമ്മെ നടത്തും. അവൻ ദൃഷ്ടി വച്ച് നമുക്ക് ആലോചന പറഞ്ഞ് അവൻ കൈവിടാതെ നമ്മെ നടത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഈ ഞാൻ വായിച്ച വാക്യത്തിനകത്ത് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെന്നാണ് വായിച്ചത്. ആരിൽ? തന്നിൽ ദൈവത്തിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടുമ്പോൾ അങ്ങനെ ഊടാടിയ ഒരു വ്യക്തിയെ ദൈവം പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. അത് സ്തോത്രം. അത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, യേശു യെരിഹോവിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ളവൻ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണാൻ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ഹൃദയം ഒന്നേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനാണ്. അവന്റെ മനസ്സിനകത്തിരിക്കുന്ന മുഴുവൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഹൃദയം ഏകാഗ്രചിത്തരായിരിക്കുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ ശ്രമിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ശ്രമിച്ചു എന്ന് പറയുമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് യേശുവിനെ കാണണമെങ്കിൽ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. വളർച്ചയിൽ കുറിയവനാകൊണ്ട്. കണ്ടോ, അവന് ചില ശാരീരികമായ വളർച്ചക്കുറവുള്ളത് കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന യേശുവിനെ കാണാൻ പറ്റില്ല.
അവൻ ആ ബലഹീനത ഉണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയെന്ന കാണേണ്ടതിന് പ്രൈസ് ദി ലോർഡ് എന്നാറെ അവൻ മുൻപോട്ട് ഓടി. പ്രൈസ് ദി ലോർഡ് അവനെ കാണേണ്ടതിന്. അപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഓടണം. പിന്നെ എന്ത് ചെയ്യണം? വലിഞ്ഞു കയറ എവിടെ? പ്രൈസ് ഗോഡ്, കാട്ടത്തിമേൽ അവിടെ കയറി യേശു ആ വഴി വരികയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സക്കായിയുടെ ഹൃദയത്തെ നോർത്തു നോക്കിക്കേ. അവൻ ചുങ്കം പിരിവുകാരനാ, ഇൻകം ടാക്സ് ഓഫീസറാ, പണമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവനാ. എങ്കിലും അവൻ്റെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവനെന്ന് അവനൊന്ന് കാണണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, യേശു എങ്ങനെയുള്ളെന്ന് കാണാൻ ആഗ്രഹമുള്ള ദൈവമേ, വിവിധ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും നീ ഒന്നോടിയാൽ യേശുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ ആ കാട്ടത്തിയുടെ മുകളിൽ നീ ഒന്ന് കയറിയാൽ, ഏത് വിഷയത്തിൽ കൂടെ ആണെങ്കിലും എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം, അവൻ എങ്ങനെ ഉള്ളവനാണെന്ന് എനിക്കൊന്ന് അറിയണം. അങ്ങനെയുള്ള മനസ്സുണ്ടോ? അങ്ങനെയുള്ള ഹൃദയമുണ്ടോ? അവൻ്റെ ഏകാഗ്രത മുഴുവൻ യേശു, യേശു അവൻ്റെ അകത്ത്, യേശു അവൻ എങ്ങനെ ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് യേശുവിനെ എങ്ങനെയുള്ളവനാണ് എന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഈ യേശു ഇവിടെ ഈ വചനം ഇവിടെ പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്നേ, ഇന്നിവിടെ വന്നിട്ടുണ്ട് യേശു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ ഏകാഗ്രത മുഴുവൻ യേശുവിനെ കാണാനാ. ഇന്നിവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പ്രവൃത്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പാസ്റ്ററെ. എനിക്ക് രോഗസൗഖ്യം വന്നിട്ടുണ്ട് വിവിധ നിലകളിൽ. എൻ്റെ ജീവിതത്തിൽ, അല്ല എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ ദൈവപ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം, ഈ കണ്ണുകൊണ്ടൊന്ന് കാണണം. ആമേൻ. ശ്വസിക്കുന്നവരുണ്ടോ? എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദൂതിങ്ങനെ വെളിപ്പെടുന്നു ഇവിടെ. ഇതിവിടെ പറയാൻ ദൈവത്തിന് പദ്ധതിയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർത്തോ. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ മാത്രം കാണണം. ദൈവാലയത്തിൽ വരുന്നത് യേശുവിനെ കാണാൻ വന്നാൽ മതി, അവൻ്റെ മനോഹാരിത കണ്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് ഒരപേക്ഷയേ ഉള്ളൂ, എൻ്റെ യേശുവിനെ ഒന്ന് കാണണം ഇവിടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏകാഗ്രതയോടെ വന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലായി യേശുവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവനെന്താ കാട്ടത്തിൽ കയറിയിരിക്കുകയാ. ആ വഴി യേശു വരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. എവിടെ നീ ഒളിഞ്ഞിരുന്നാലും, യേശുവിനെ കാണാൻ നീ എവിടെ മറഞ്ഞിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ അവൻ സമീപസ്ഥനായ ദൈവം മാത്രമല്ല, അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ ഹൃദയത്തെ കാണുന്ന, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ കാണുന്ന ദൈവം അവിടെ തന്നെ വന്നിട്ട് അവൻ അല്പം മുമ്പോട്ട് പോയില്ല. അതേ സ്പോട്ടിൽ വന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കി, പ്രൈസ് ദി ലോർഡ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക. ദൈവവേദനേ, അവിടെ മൊബൈൽ വെച്ച് ആരും പറഞ്ഞില്ല സക്കായി എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ടെന്ന്. സക്കായി എന്ന പേര് അവൻ്റെ അപ്പനും അമ്മയും ഇട്ടതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർത്തോ, യേശുവിനെ കാണാൻ ഏകാഗ്രതയോടെ വന്നിരിക്കുന്നവന് പേരറിയാവുന്ന ഒരു ദൈവം അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നിന്റെ പേര് മാത്രമല്ല, നിന്റെ വീടിന് മാത്രമല്ല, സകലം അറിയുന്ന ഒരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ടെന്ന്.
നിന്റെ ഹൃദയത്തെ കാണുന്ന, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം കാണുന്ന യേശു ഇന്ന് പുറമറ്റ സഭയിൽ വന്നെന്ന് ഞാനൊരു മീഡിയേറ്ററായിട്ട് വെറുതെ പറയുന്നതേ ഉള്ളൂ. പേര് വിളിച്ചു, നീ വേഗം ഇറങ്ങി വാ. നമ്മുടെ എല്ലാവരുടെയും പേരറിയുന്നവനുണ്ട് ഇവിടെ, കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും പേരറിയും. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രിയാണ്. മോശയ്ക്ക് പേരിട്ടെങ്കിലും വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ. എല്ലാം മനസ്സിലായോ? മാതാപിതാക്കന്മാരിവിടെ പേരിട്ടിട്ടുണ്ടെങ്കിലും നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഏകാഗ്രചിത്തരായിരിക്കുന്നെങ്കിൽ നിന്നെ കാണുന്ന ഒരു പേരുണ്ട്. ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ പേരറിയുന്നവനുണ്ട്, നിന്റെ വീടറിയുന്നവനുണ്ട്, നിന്റെ വീട്ടിലെ പ്രശ്നം അറിയുന്നവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒന്ന് കണ്ടാൽ മതി. ഇല്ല കുഞ്ഞെ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കാൻ പോവാ, വരിക. ഈ ദൂതൊന്ന് ഏറ്റെടുക്കാമോ? ഏകാഗ്രതയോട് ദൈവത്തിൽ ഇരുന്നാൽ, കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, നിന്നെ അറിയുന്ന, നിന്റെ കുടുംബത്തെ അറിയുന്ന, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയുന്നവൻ വരെ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, സക്കായി എന്ന് വിളിക്കുമ്പോൾ നിന്റെ അകത്ത് പ്രൈസലോ ഒരു മാറ്റമൊക്കെ വരണം. പ്രൈസ്. അവൻ പറയുന്നത് ഇങ്ങനെയാ, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരല്ല അവനെ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. കണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ചിലരൊക്കെ നിന്റെ നേരെ പിറുപിറുക്കുമെങ്കിലും നീ ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന് നേരെയും പിറുപിറുത്തു. അവനൊരു പാപിയാണെന്ന് പറഞ്ഞു. സക്കായിയെ വിളിച്ച സക്കായി ഒരു പാപിയാണെന്ന് പറഞ്ഞു. യേശുവിനെ നേരെ പിറുപിറുത്തു. ഈ പിറുപിറുപ്പ് ഇതൊക്കെ വരും ദൈവമക്കളെ. എന്നാൽ വിളിച്ചിറക്കിയവൻ ആരാന്നറിയാമോ? കാണാൻ ആഗ്രഹിച്ചവന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന, വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വീട്ടിനകത്ത് യേശു എന്ന് പാർത്താൽ ഹല്ലേലൂയ, എന്ത് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവനൊരു മാനസാന്തരം കൂടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. സക്കായി കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്. വല്ലതും ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ. കണ്ടോ? യേശു അത് ചോദിച്ചോ? നിന്നെ വിളിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യനല്ല, ഞാൻ ഒത്തിരി കുറവുള്ളവനാണ് എന്ന് പറയാൻ 4 മടങ്ങ് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചതിച്ച് കാണും, വാങ്ങിച്ചുണ്ടായിരിക്കും. എന്നാലും അവൻ ഏറ്റു പറഞ്ഞു. ഇല്ലേ? നമ്മൾ കർത്താവിനെ കാണുക മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വരണമെങ്കിലും നാം ഒന്ന് ഏറ്റു പറയണം. നമ്മുടെ കുറവുകളൊക്കെ ഏറ്റു പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഇന്നൊരു വിടുതൽ നടക്കും. പ്രൈസ്. ഇത് എന്നോടുള്ള ദൂതും കൂടാ, അത് നിങ്ങളോടും കൂടെയാ. ഇതൊരു പ്രസംഗമായിട്ട് കേൾക്കരുതേ. രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രാത്രി 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കുമ്പോൾ ദൈവാത്മ ഓർപ്പിച്ചൊരു കാര്യമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ എന്ത് ചെയ്തു? മടക്കി കൊടുക്കാന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അവൻ ആഗ്രഹിച്ചത് യേശുവിനെ ഒന്ന് കാണാനാ. പക്ഷേ നിന്റെ ആഗ്രഹത്തെ അറിയുന്നൊരു ദൈവം, നിന്റെ വീടിൻ്റെ ഹല്ലേലൂയ അവസ്ഥ കാണുന്ന ദൈവം. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാ, ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിലാ. ചിലർ പറയും, മാസ്റ്ററേ, എൻ്റെ വീട് കാരാഗ്രഹമാ, ഒരു സ്വത്തതയില്ല മാസ്റ്ററേ, ഇരുട്ട് കയറി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീടിൻ്റെ സ്വത്തത മാറ്റുന്ന, സ്വത്തത ഇല്ലാതാക്കുന്ന, ദൈവ സാന്നിധ്യം ഇല്ലാതാക്കുന്ന
ഇരുട്ട് മാറ്റുന്നവൻ ഇന്ന് രക്ഷകനായി പ്രകാശമായി നിന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഈ ദൂത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഭവനത്തിന് രക്ഷ വരാൻ പോകുക. നീ അന്ധകാരം മാറാൻ പോകുക. നിന്റെ അന്ധകാരം മാറ്റാൻ പോകുക. നിന്റെ മന്ദത മാറ്റാൻ പോകുക. നിന്റെ മയക്കം മാറ്റാൻ പോകുക. നിന്റെ ഉറക്കം മാറ്റാൻ പോകുക. നിന്റെ മുമ്പിലുള്ള വഴിയെ സ്വർഗം തുറക്കാൻ പോകുക. നീ അനുഭവിക്കേണ്ട നന്മേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തിമിരം പിടിപ്പിച്ചത് കാണേണ്ടത് പോലെ കാണാൻ കഴിയാതെ, അനുഭവിക്കാൻ കഴിയാതെ, വഴി കാണാതെ തപ്പിത്തറിയുന്ന അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്തും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് മുഴങ്കാല് മടക്കുമെങ്കിൽ നിശ്ചയമായിട്ടും പ്രൈസ് ദി ലോർഡ് കാണാൻ മാത്രമല്ല, നിന്റെ ഭവനത്തിനകത്ത് വന്ന പ്രൈസ് ദി ലോർഡ് നിന്റെ ഭവനത്തിന് രക്ഷ തരുവാൻ രക്ഷകൻ ഇന്ന് രാത്രി ഇത് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടുന്നുവെങ്കിൽ ഇന്ന് ആ കണ്ണിവിടെ വന്നിട്ടുണ്ട്. ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്ക് ദൈവം വിടുതൽ തരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്താൽ, ഈ പ്രബോധനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.